അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ്, പ്ലീസ്. ഫ്ലാഷ് ബാക്ക്. കഴിഞ്ഞാല് എത്ര റുപ്യ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്. ആണോ? ഏട്ടാ നമ്മുടെ സന്തോഷത്തിനാണ്. നിങ്ങളില്ലേ അങ്ങനെ പൊരി വലുതി കണ്ടപ്പോ നമുക്കൊരു വിഷമം. വെച്ചോളി. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. ചില്ലറിലപ്പോ വാങ്ങിയതാണ്. വെച്ചോളൂ. ഓക്കെ. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കാശ് നോക്കാറില്ല. കുടുംബമായിട്ടതെ ഞങ്ങൾ വലിയ ദാനധർമ്മികളാണ്. ഈ പൈസ കൊടുക്കാൻ വേണ്ടി പറ്റണത് ഞാൻ ഗെയിം കളിച്ചിട്ട് തന്നെയാണ്. അതെങ്ങനെ കളിക്കണ്ടെന്നുള്ളതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു. എങ്ങനെ ഇരിക്കണം കോയിന്നുംകുട്ടി, നീ നന്നാവില്ല. A few moments later. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമ്മുടെ അതിലേക്ക് വരികയാണ്. കേരളത്തിൽ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത മലയാളി വ്ളോഗർമാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഖുദാഹവ. നന്മപരമായിട്ട് വളരെയായിരുന്നു നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ. വെട്ടി വീഴ്ത്തി. നടത്തിക്കൊണ്ടിരുന്ന ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് പ്രൊമോഷൻ, അത് കാരണമായിട്ടാണ് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു നടപടി. കേരള പോലീസിന്റെ സൈബർ വിങ് ഇടപെട്ടിട്ടാണ് ഇപ്പൊ ഇത്തരം അക്കൗണ്ടുകളൊക്കെ പൂട്ടിച്ചിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കേരള പോലീസിനോട് ഒരു റെസ്പെക്ട് ഒക്കെ തോന്നിപ്പോവുകയാണ്. ഈ മൂരാച്ചികളെയൊക്കെ വിത്ത് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? പൈസക്ക് വേണ്ടി ചെയ്തതാണ്. ആളുകള് തേഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നല്ലേ വിചാരിച്ചത്. അതിന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. സ്വർണ്ണ മുട്ടയിടുന്ന താറാവിന്റെ വയറ്റിൽ ഒരുപാട് മുട്ടകൾ കാണുമെന്ന് പറഞ്ഞ് അതിന്റെ വയറ് കീറി നോക്കിയ മണ്ടനായ ഉടമസ്ഥന്റെ അവസ്ഥയാണ്. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. പ്രേക്ഷകരെ ഒരു കാരണവശാലും പറ്റിക്കരുത്. പ്രേക്ഷകരെ പറ്റിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള പണികൾ തിരിച്ചു കിട്ടും. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നത്. പോയി.